ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊന്ന് വെറൈറ്റി ആയിട്ടൊരു സ്റ്റിക്കർ ഉണ്ടാക്കാം. സംഭവം എൻ്റെ ഐഡിയ അല്ല കേട്ടോ ഗായ്സ്, ഇത് പത്തുവിൻ്റെ ഐഡിയ ആണ്. അവളാണ് എന്നോട് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ പല സ്റ്റിക്കേഴ്സും കണ്ടിട്ടുണ്ടല്ലോ, ഇതാണ് 3D സ്ക്വിഷി സ്റ്റിക്കർ, അങ്ങനെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അവൾ പറഞ്ഞൊരു ഐഡിയ ആണ്. അപ്പോൾ പിക്ചറൊക്കെ അവൾ തന്നെ എനിക്ക് വരച്ച് തന്നത്, ഫോൺ നോക്കി വരച്ചതാണ്. ജസ്റ്റ് ഇതാ നമ്മളിങ്ങനെ പേപ്പർ മടക്കി പിക്ചേഴ്സൊക്കെ വരച്ചെടുക്കുക. ഫോണിൽ നോക്കി വരച്ചാലും മതി. പിന്നെ നമുക്കത് കളർ ചെയ്തെടുക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഇത് മടക്കിയത് കൊണ്ട് 2 പീസ് നമുക്ക് കിട്ടും. ഇന്ന് കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അവളാണ്. അവൾ പറഞ്ഞിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി പണി അവളുടെ ഏൽപ്പിച്ച് ഞാൻ. അപ്പോൾ ഇതാ വെട്ടലും ഒട്ടിക്കലും അങ്ങനെ ഒരു കഥയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 പീസ് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, 2 പീസ് കിട്ടി. ഇനി നമുക്ക് സ്ക്വിഷ് ഉണ്ടാക്കണം. അത് പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തു. ഇനി അത് ഷേപ്പായി വെട്ടി ജസ്റ്റ് നമ്മൾ സൈഡ് ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. മുഴുവൻ വെട്ടരുത് കേട്ടോ ഗായ്സ്, അത് നിങ്ങൾക്കറിയാമല്ലോ. സ്ക്വിഷ് ഉണ്ടാക്കുന്ന അതേ ടൈപ്പ് തന്നെയാണ്. ഇത് സ്റ്റിക്കർ ഉണ്ടാക്കുകയാണ്, അതാണ് വ്യത്യാസം. അപ്പം നമ്മൾ ജസ്റ്റ് എല്ലാതും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. 2 പീസും കൂടി വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ബാക്കി വന്ന പോർഷൻ അവിടെ വിട്ട് നമുക്കതിൽ പഞ്ഞി വെച്ച് കൊടുക്കാം. ഇത് ക്യൂട്ടായിട്ടുള്ള സ്ക്വിഷി സ്റ്റിക്കറാണ്, പിന്നെ 3D ആണ്, അതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് യൂട്യൂബിൽ ആദ്യമായിട്ടാവും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് വൈറലാക്കി തന്നെ ഗായ്സ്, എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ നമ്മൾ സ്ക്വിഷ് ഉണ്ടാക്കി. ഇനി ഇതുപോലെ ബാക്കി എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സും കൂടിയാണ് വരച്ചെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇതാ നമ്മളിങ്ങനെ കളിക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇനി അത് സ്റ്റിക്കറാക്കി മാറ്റണം. എന്തായാലും അവളുടെ ഐഡിയ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഷെയർ ചെയ്തിട്ട് വൈറലാക്കി തരില്ലേ ഗായ്സ്. അപ്പോൾ അവക്കാഡോ ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഇതവളാണ് കേട്ടോ ഈ സ്ക്വിഷായിട്ട് കളിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്റ്റിക്കറാക്കി മാറ്റണം. ഒരു പണിയില്ല, വളരെ സിമ്പിളാണ്. സ്റ്റിക്കറാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കിനി സ്റ്റിക്കറാക്കിയാലോ. ജസ്റ്റ് ഞാൻ ഒരു പീസ് എടുത്തു. ഇനി ജസ്റ്റ് നമ്മൾ ടാപ്പ് ഇങ്ങനെ വലിച്ചെടുക്കുക. നമ്മൾ സാധാ സ്റ്റിക്കർ ഉണ്ടാക്കുമല്ലോ, അതേ ടൈപ്പ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. പിന്നെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇത് സ്ക്വിഷിയാണ്, അതാണൊരു വ്യത്യാസം. അപ്പോൾ തിരിച്ച് പിടിച്ച് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി ചെറിയ പിക്ചറാണെങ്കിൽ നമുക്ക് ഈ ടാപ്പിൽ ഒതുങ്ങും. ഇത് കുറച്ച് വലിയ സ്ക്വിഷി സ്റ്റിക്കറാണ് ഗൈസ്. അപ്പോൾ ഇതാ സിമ്പിളായി നമ്മളത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഗൈസ്. ഇതുപോലെ ബാക്കി എല്ലാതും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ അമർത്തുമ്പോൾ നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി സ്റ്റിക്കറാണ് ഗൈസ്. അപ്പോൾ ജസ്റ്റ് സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ചു കൊടുത്താൽ സംഭവം സെറ്റായി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കൊടുക്കൂ, അവരൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ അതിങ്ങനെ അമർത്തിയെടുക്കാൻ നല്ല രസമാണ്. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണമല്ലോ. ജസ്റ്റ് നമുക്ക് ഒരു സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അവളാണ് ഇത് ഒട്ടിക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഞാൻ ബത്തുവിന് കൊടുക്കുകയാണ്. അപ്പോൾ ബത്തുവിൻ്റെ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ നിങ്ങൾ മറക്കല്ലേ. ഓക്കെ, എനിക്കിഷ്ടമായി. ഓക്കെ, ബൈ.